എന്താണ് ചക്ക ശരിക്കും ഇങ്ങനെയാണ് അങ്ങനെയാണ് തിന്ന പക്ഷെ ഈ വീഡിയോ കാണുന്ന സെന്റ് ഫ്രാൻസിസ് ഓന്റെ ക്ലാസ് കുട്ടികളോട് പറയണം ഇനി കുട്ടീനെ കളിയാക്കി ഞാൻ ക്ലാസ്സിൽ വരും എല്ലാവർക്കും മണ്ടക്ക് കുത്തിട്ട് ഓക്കെ ചീച്ചിലായില്ലേ ഇപ്പൊ പുതിയ മാറിയില്ലേ കൊണ്ടോണ്ടേ എന്റെ മേത്ത് തന്നെ അത് തിന്നരും വേണങ്ങക്ക് പിന്നെ നിർബന്ധല്ല ഇച്ചറിയാ തിന്നാനും ക്ലീൻ ചെയ്യാനും ഇരിയാനൊക്കെ എനിക്കറിയാം. എന്താണ് അങ്ങനെ ഗായ്സ് അപ്പൊ വെള്ളിയാഴ്ച പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല റാഷ് ഇത്രയും നേരമായിട്ട് ചോറ് റെഡി ആക്കിയിട്ടില്ലല്ലേ ഉള്ളില്ലേ പടച്ചോനെ കുരുത്തക്കേട് ഇട്ടില്ലേ കൈ ഉള്ളിയില്ലേ ഞാനങ്ങനെ മനസ്സിലായി ആടാണ് ഇന്ന് സ്പെഷ്യൽ അല്ലേ അപ്പൊ ഇന്ന് നമ്മളെ മട്ടൺ വെച്ച് മട്ടൺ കൂട്ടി തട്ടാന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇബ്രാഹിം മേത്തേക്ക് വരട്ടെ എന്റെ ഊഞ്ഞാലും കൊണ്ട്. കുറച്ച് ഇട്ടുള്ളത് ആടാവുമ്പോ ശരിക്കും കുരുമുളക് വേണം. കുരുമുളകും പൊടി തന്നെ ഇട്ടിക്കണത്, മുളകും പൊടി ഇട്ടിട്ടുണ്ടായിട്ട് ഇനി കുട്ടികൾക്ക് തിന്നാൻ പറ്റാത്ത കോലത്തിലാക്കണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, ആടല്ലേ ഞാൻ തിന്നോട്ടെ. ആരുന്നിട്ടില്ലെങ്കിലല്ലേ കുഞ്ഞോളെ രണ്ട് കഷ്ണം തിന്നുള്ളൂ. ഞാൻ തിന്നൂല, രണ്ടും തിന്നൂല. ഇവക്ക് നല്ലതൊന്നും പറ്റില്ല. ഔദ കുഞ്ഞിന്റെ വർത്താനം പറഞ്ഞ മാതിരിയാ. അല്ല ഔദനെ ഇഷ്ടാണ് ആടൊക്കെ. ഔദ കാണണ്ട. ആ പഴം ഫുള്ള് തൊലിച്ചാണ്ടൊക്കെ അതും വെച്ചിക്കണ്. അവനക്ക് പൊരിച്ചു കൊടുക്കാണല്ലോ. അത് ഇപ്പഴ കുറച്ച് നേരത്തെ പോനാ പൊരിച്ച പഴം ടിഷുമ്മ വരുന്നുണ്ടല്ലോ ഗൈസ്. ടിഷുമ്മ നോക്കാണ് ഇപ്പൊ പലപ്പം വരുന്നേ. ഇപ്പൊ പള്ളിരിഞ്ഞ് വന്നപ്പോ ഓളി കൊണ്ട് പോയതാ. ഇപ്പൊ പള്ളിരിഞ്ഞ് വന്നീനി ഇങ്ങോട്ട്, അപ്പൊ ഓളി കൊണ്ട് പോയതാണ്. ഇപ്പൊ പറ്റുള്ളൂ. കുറ്റിട്ടിക്കണോ? കുറ്റിട്ടില്ലേ? ചീച്ചിലായപ്പോ എന്തേ ചീച്ചിലായില്ലേ ഇപ്പൊ പുതിയ മാറിയില്ലേ കൊണ്ടോണ്ടേ? നീ തറവാട്ടിക്ക് എന്നാ പോണേ? നീ ജിബ്രാൻ പോയിക്കോളും. അതെ സ്വഭാവാണ്. ഞാനും പോകും. പറവാട് എന്നറിയ പറവാട്. ആ പവാട്. എവിടക്ക പോണേക്ക്? അനക്ക് എവിടക്ക പോണ്ട്? ആ ഇത് കാരണമാണ് ഇപ്പൊ മമ്മാക്കടെ കുട്ടികളെ ആക്കലെന്നെ വിരാണ്ട്. അല്ല മുമ്പ് ഇതുമ്പോ വന്നാ പൊട്ടിച്ചോ. ഒരു സാറില്ലാത്ത മൂക്ക് വെച്ചിട്ട് അതിനെ കഴിയുമ്പോഴത്തേനോട് പന്തളിക്കുവല്ലേ കുട്ടീനെ കൊണ്ട് ഗ്രൗണ്ടിൽ. എന്താണോ എന്താ ജിയോർന്നാത്തെ? അനക്കെന്താ ഉപ്പാൻ്റെ കൊപ്പം എടുക്കാനൊരു മടി? ഉമ്മാനെ ചെറുമ്പോ കൂടി പറ്റുന്നുണ്ടോ?
ജിബ്രാൻ അവിടെ ഒറ്റക്ക് പോയി തിന്ന ഇവിടെ ഇരുന്നോ ഓലടുത്തേ ഇവിടെ വന്നിരുന്നടാ ചോറ്റിക്ക് നെയ്യാണ്ട് വെച്ചിട്ടുണ്ട് പച്ച നെയ്യോ പക്ഷെ ഓറാണ് കേടാട്ടോ നെയ്യൊക്കെ അബ്രുവിന്റെ ആരും നെയ്ച്ചൊരു സ്പൂണൊന്നും ഇഷ്ടം എവിടക്കതൊക്കെ പോണാവോ ചോറ്റിക്കല് രാവിലെ സ്കൂൾക്ക് ചോറ്റി കുറക്കലുണ്ടേ ജിബ്രാൻ അതായിരുന്നു കേറിയിരുന്നോ പള്ളിക്കോട്ട് അതിനോട് കൂട്ടി പറഞ്ഞു ഞാനനുസരിച്ച് ഇവിടെ അല്ലല്ലോ ഇവിടെ അല്ലേ ഇനി കണ്ടൂർക്ക് പോയതാ രാവിലെ പോയിക്കണം കണ്ടൂർക്ക് പള്ളിക്കോട്ട് ഇച്ചറിയില്ല അവിടുന്ന് കൂടിയായിരുന്നു ഞാൻ രാവിലെ പോയിക്കണം ഇവിടുന്ന് ഒന്നും പറയാത്ത ഞാൻ പറയുന്നില്ല ഓനാണ്ടേ ഓനാ പോയാല് പറയേ ഞങ്ങളെ കൂലിയാണ് കിട്ടുക അതിനാണ് അറിയില്ല എനിക്ക് വേണമെങ്കിൽ പോയിക്കോ പോകണ്ട ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങിക്കണേ ഞാനൊക്കെ ദുവർക്കണീന് കണക്കില്ല പക്ഷെ അതിന് നന്നാകാത്തതിന് അതിനെ ആയിക്കോട്ടെ പക്ഷെ പിന്നെന്താ മരിച്ചു ചെല്ലുമ്പോ നിങ്ങൾ ഒക്കെ അവനാന് താനും താൻ്റെ അമലുള്ളൂ ഉണ്ടാകുള്ളൂ. മനസ്സിലായില്ലേ? ഇബിലീസ് മേത്തുനിന്ന് ഇറങ്ങിയാ പോ ഇബിലീസ് അങ്ങനെ ഇവിടെ കള്ള ഇബിലീസ് മേത്ത് അങ്ങനെ പറയാൻ പാടില്ല. മരുവോളോ മൂത്തോക്കി അങ്ങനെ പറയാൻ പാടില്ല. ഓളെ മൂത്തോക്കിയാ നിങ്ങളെ വർത്താനം പറയാൻ പാടില്ല. എന്റെ മേത്ത് ഇബിലീസ് നീ കുട്ടിനെ പിടിച്ച ആ കുട്ടിയാള് വന്നിക്കണേ ഐറ്റങ്ങളൊരാൾ കൊണ്ടുവരാന് ല്ലേ ആ കുഞ്ഞു പൈതങ്ങൾ ഒറ്റക്കാണ് ആ പേര് ഇവിടുന്ന് വന്നിക്കണേ ഐറ്റങ്ങളൊന്ന് കൊണ്ടുവരാന് അഞ്ഞ് കാക്കുകളുടെ സ്നേഹമാണ് ടിഷ ബേബി അനുഭവിക്കാൻ പോകുന്നത്. അല്ലടാ ഗ്ലൂക്കോസും പൊടിയേ എന്തായി? ഗ്ലൂക്കോസും പൊടി വാങ്ങി തന്നിട്ട് എന്തായി സ്പോർട്സ്? സെക്കൻഡ് കിട്ടിയോ? ഞാൻ പറഞ്ഞു ചോർമ്മല്ല എന്നിട്ട് ചോടിയോ? അത് ബാക്കി 50 ആരോടിയേ അതാന്തേ എന്തിനാണ് സെക്കൻഡ് കിട്ടിയത്? ബാക്കി 50 മീറ്റർ ആരോടി? 100 മീറ്ററിന് കൂടെ ബാക്കി 50 മീറ്റർ ആരോടി? സെക്കൻഡ് എന്തിനാ കിട്ടിയത്? അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയില്ലേ? 100 മീറ്ററാണെ ഒന്നും കിട്ടൂല എനിക്ക്. കാരണം അവർക്ക് കയറാനല്ല ഇത് കിട്ടിയില്ല. കാരണം എനക്കൊന്നും ജീവല്ലടാ. അവത്തെ കുഞ്ഞിനൊക്കെ വെള്ള യൂണിഫോം എടുത്ത സ്കൂളായിരിക്കണം. അതാ കുട്ടിയും കൊണ്ട് ബുക്കല്ല ആവുതാ. പൈച്ചിണീനെ എന്തേലും തിന്നിട്ട് എടുക്കതിനെ പൈച്ചിണീനെ എന്തേലും തിന്നിട്ട് എടുക്കാന്ന് പറഞ്ഞില്ലേ? അണ്ണാക്ക് കുടുങ്ങുമല്ലോ. തൊള്ളയിലിടരുത് ഷാമ്പൂ. ആ കുടുങ്ങും അണ്ണാക്കില്ല. ഈ സാധനമൊക്കെ തൊള്ളയിലിട്ട് കാണ്ടേ. സ്വപ്പനോ ജാജാ അവിടുന്ന് ആ കുട്ടിനെയും കൊണ്ട് എന്താണ്ടേ സ്വപ്പനം കണ്ട എന്താ പറ? സ്വപ്പനം എന്താ കണ്ട പറ? നിങ്ങളോടൊന്നും പറയാതെ സ്കൂളിൽ നിന്നോ നിങ്ങളോട് പറയാതെ അവിടെ വെച്ചടാ അവിടെ വെച്ചടാ. എന്തിന്റെ എന്തിനാടാ എന്തിന് എവിടെ ബാക്കി പൈസ? അയന്നെ ആയ എവിടെ?
പറിച്ചല്ലേ ഡായ് തുടരുതടായ് ജഡാവു 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 ജഡ എന്താ ചിരിച്ചിടേ ഈ ഒരു തന്ത കുടുങ്ങി മനസ്സെന്ന ആ എന്ത് ക്ലാസ് എന്തോ പറഞ്ഞേ ക്ലാസ് ചേഞ്ച് ചെയ്താലോ സ്കൂൾ മാറ്റിയാലോ എന്തിന് എന്തിന് സെക്കൻഡ് ഇട്ടീറ്റോ ഗ്ലൂക്കോസും പൊടി കൊണ്ടുപോയിട്ടേക്കാരോ പിന്നെന്താണ് എന്താണ് ഇബ്രു എന്തിനാണ് കളിയാക്കണേ അപ്പൊ ഇബ്രുവിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഓന് സ്കൂള് മാറണം പോലെ അല്ലെങ്കിൽ ക്ലാസ് മാറണം അപ്പൊ എന്താണ് ഓനെ കളിയാക്കണം പോലെ പിന്നെ കൂമാടി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ കളിയാക്കാക്കും പക്ഷെ ഈ വീഡിയോ കാണുന്നെങ്കിൽ സെന്റ് ഫ്രാൻസിസ് ഓന്റെ ക്ലാസ് കുട്ടികളോട് പറയണം ഇനി കുട്ടീനെ കളിയാക്കി ഞാൻ ക്ലാസ്സിൽ വരും എല്ലാവർക്കും മണ്ടക്ക് കുത്തിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ടോ ഇബ്രു യുവ മാത്രോ അപ്പൊ ജോലിയോട് മുണ്ടാൻ പോണ്ടായിരുന്നോ ഇജാരോട് മുണ്ടണ്ട ഇജ് പഠിച്ചാണ്ട് 1ാം സ്ഥാനത്ത് എത്തിയാൽ മതി ഓക്കെ എന്നിട്ട് ഓലൊക്കെ പൊട്ടന്മാരല്ലേ അവിടെ ഞാൻ കുട്ടീനെ പേടിപ്പിച്ചിട്ടാ വേണ്ടടാ എൻ്റെ കുട്ടീനെ അടങ്ങാറാക്കണ്ടടാ അതിനെ പറ്റിച്ചണ്ടാടാ യൂണിഫോം ഒന്നും അയച്ചിട്ടിട്ടും കൂടി ഇല്ല അല്ലേ അത് കുഞ്ഞ് വരുന്നുണ്ട് കുഞ്ഞോളെ നല്ല ചക്ക പഴുത്ത മണം വരുന്നുണ്ടല്ലോ ഗൈസ് ചക്ക പഴുത്തിട്ടുണ്ടോ ഈ ചക്കയാണ് ആ പഴുത്ത മണം വരുന്നത് ഇത് ഇത് ഞാൻ ഒന്ന് ഒറ്റ കളിത്തുന്നു എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ചക്ക മുറിച്ച് ഒറ്റക്ക് തിന്നു ഒറ്റക്ക് ഇരിഞ്ഞത് തിന്നു അതാണ് വേണ്ടത് അതിന് എനിക്ക് പ്രശ്നമില്ലല്ലോ ഇരിഞ്ഞ് തിന്നാ മതി ഇരിഞ്ഞ് തിന്ന് ക്ലീൻ ചെയ്യാ തിന്നോടെ ക്ലീൻ ചെയ്യാ തന്നെ അത് തിന്നരും വേണം നിങ്ങൾക്ക് പിന്നെ നിർബന്ധല്ല ഇച്ചറിയാ തിന്നാനും ക്ലീൻ ചെയ്യാനും ഇരിയാനൊക്കെ എനിക്കറിയാം എന്താണ് പരിപാടി ഞാനിതൊക്കെ ഓന്റെ കരാട്ട ഡ്രസ്സിന്റെ പോലെ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇതായത് അതൊന്നും അങ്ങനെ തന്നെ ഇതൊക്കെ ചളി വെള്ളയാണ് കരാട്ടക്കൊക്കെ കറുപ്പാക്കണം കരാട്ടക്ക് ആദ്യം വേണ്ട എന്താ പറയാ വൃത്തി മടുക്കുക അതിക്കുള്ള കുട്ടിയൊക്കെ ഇല്ലല്ലോ തിരുമ്പിക്കൂടുന്നാ തിരുമ്പല്ല അതൊരു 1.5 മണിക്കൂർ ആദ്യം പൊതിർത്താൻ വെക്കണം എന്നാലേ ഇതിന് ചളി ഇട്ടുള്ളൂ അങ്ങനെയുണ്ടോ ആ ഉദന്റെ യൂണിഫോമും അവന്റെ യൂണിഫോമിന്റെ കളർ കണ്ടില്ലേ വെള്ള യൂണിഫോമാണത് എല്ലാരും പേര് കൈക്കല കഷ്ണം വരെ ഇതിലാറ് നമ്മള് പേരത്തെ കുട്ടികളെ യൂണിഫോമാണിത് കളറ് ഗൈസ് അപ്പൊ നമ്മള് ചക്ക ഒന്ന് പഴുത്ത മണങ്ങനെ വരുന്നുണ്ട് അപ്പൊ നോക്കിയപ്പോ ഒന്ന് മുറിച്ചു നോക്കി നല്ല പഴുപ്പായിരിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ചക്ക പെരയിൽ കുഴിച്ചിട്ടാലേ എപ്പോഴും ചക്ക എന്നാ കാരണം നമുക്കിപ്പോ ഈ ആഴ്ചയില് ഈ ആഴ്ച അല്ലേ ഈ മാസം ഈ മാസം
ഇടക്കിടക്ക് തന്നെ പരിപാടി. ഞങ്ങൾ പുറത്തുനിന്ന് ഇപ്പൊ ഫ്രൂട്ട്സ് വാങ്ങലില്ലല്ലേ. ചക്ക ശരിക്കും ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് തിന്നാ ട്രൗസർ ഇടാത്തോട് കൂടെ നീച്ചാടും പറ്റൂല. എന്തായാലും നോക്കണേ, ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് എല്ലാം തുറന്നു പറയും. കാണിച്ചാ തിന്നാ മതി, കാണിച്ചാ തിന്നാ മതി. തുറന്നു പറയണേന് കുഴപ്പമില്ല. മറച്ചേക്കണ പരിപാടി എനിക്കില്ല. അവർക്കറിയാലോ. ചക്ക നമ്മൾ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ഉണ്ട് ചെലവര് കുറേ നേരം നയിച്ച് ചൊളയിരിഞ്ഞ് കുത്തിർക്കണേ, അതിന്റെ ആവശ്യമല്ല. ഇതിങ്ങനെ വലിച്ചാൽ തന്നെ പൊട്ടിപ്പോകൂലേ അങ്ങനെ. ഇതൊക്കെ രസല്ലേ, ഇതൊക്കെ ഒരു രസല്ലേ ഇറങ്ങണ കടിച്ചിട്ടേ. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ചൗണി വരെ തിന്ന. അതാ ഞാൻ ഈ ചൗണി കളയാതെ കട്ട് ചെയ്യുന്നത്. കാക്കൂനുള്ളതാ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. എങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ. ഞങ്ങൾക്കൊരു പീസ് ആട്ടിക്കാം കണ്ടിട്ട്. താങ്ക് യു. ഇതാകുമ്പോ എല്ലാവരും നയിച്ചേണ്ടി വരും, തിന്നണൊക്കെ നയിച്ചേണ്ടി വരും ഇങ്ങനെ എടുത്ത് കൊടുത്താൽ. നിങ്ങൾക്ക് നയിപ്പില്ലല്ലേ കാക്കൂന്? നമ്മൾ ഈ ചക്ക ഇരിഞ്ഞ് കൊടുക്കുമ്പോഴേ ചൊള വേറെ കുരു ഉണ്ടാകാൻ പാടില്ല, ഈ എന്താ ചൗണി ഉണ്ടാക്കാൻ പാടില്ല. അതിപ്പോ പുതിയ ആൾക്കാർക്ക് സാധനം കൊടുക്കണം തന്നെ കൊടുക്കണ്ടേ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ ഉഷാറായിരിക്കാണല്ലോ. ഓലൊന്നും കൊടുക്കലില്ല എന്ന് പറഞ്ഞേ. ഉഷാറാക്കേണ്ടി വരും എഴുതിക്കണ്ടേ. ഇതൊക്കെ കൊടുക്കാത്തതാ. കൊടുക്കാത്തവരെ പേര് ആടുന്നണ മാതിരിണ്ട്. കന്നാളൊക്കെ തിന്നുമല്ലോ. ഈ കാടി വെള്ളത്തിലൊക്കെ നമ്മള് ഈ ചക്കൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. ഇത് അടുക്കള ഭാഗത്ത് കൊണ്ടുവച്ചോളാം. അതാ അതിന് കണ്ടാല് ഓർക്കൊക്കെ വേണ്ടി വരും. നിങ്ങൾ ഈയല് കഴിഞ്ഞോ? ഇരിയല് കഴിഞ്ഞു. അവിടെ അബ്രും ഫിഷി നോക്കിക്കുണ്ട് കേട്ടോ. നടന്നോട്ടെ. നിജേ ഫുള്ള് ഇരിഞ്ഞോട്ട് പോയിക്കോ. ഞാൻ പറയുമ്പോ കുളിച്ചാൽ നടു കീറിക്കൊന്നാല് നെല്ലിയോ. ഓഞ്ചമ്മ അതാണ് എഴുതിയത് ആദ്യം. ഓഞ്ചമ്മേ പറഞ്ഞപ്പോ ഞാൻ കരുതി ഓഞ്ചമ്മാന്റെ ഒരു സ്നേഹം എന്നാണ് കരുതി ആദ്യം പറയാൻ വന്നത്. തട്ടിട്ടാണല്ലേ? പക്ഷെ ചെവി വേദന എടുത്തിട്ടാണ്. ഓന്റെ കൊഞ്ചലാണല്ലോ വലിയ കോമഡി അല്ലേ? കാട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ കിട്ടണം ചക്ക. ഒരു കുരുല്ലാതെ നല്ല മധുരോ. ഇത് അവർ പഴുത്തിട്ടില്ല, ഫ്രഷ്നെസ് കിട്ടും നമുക്ക് അത് തിന്നുമ്പോ. ഇങ്ങനത്തെ ടോളയാണ് പീടിയിലൊക്കെ വിൽക്കാൻ നിൽക്കാം. ഇങ്ങനത്തെ ചോള പീടിയിലൊക്കെ വിൽക്കാൻ എനിക്കൊന്ന് ഒരു ചുളക്ക് 30 ഉറുപ്പ്യ. ഇവിടെ അങ്ങനെ ഇടല്ലേ, ഞാൻ അത് അടിച്ചോരൻ്റെ അതിൻ്റെ ഇത് കളഞ്ഞ ഒരു ചുളക്ക് 30 ഉറുപ്പ്യ ഗൾഫില്. ഇബ്രാഹിമേ അപ്പൊ എന്നായിക്കോട്ടെ ഗൈസ്, ചക്ക ഒന്ന് തിന്നട്ടെ, കൊതി കൂടുതലേ. ശരി എന്നാലേ. റാഷിദാന്റെ ചക്ക എന്നാക്കലിഞ്ഞും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചക്ക നന്നാക്കൽ എങ്ങനെയാണ് തിന്നാള് കാണണ്ടേ പ്ലേറ്റില്. ഇതുവരെ ഇബ്രുവിന്റെ കഴിഞ്ഞപ്പോ അബ്രു മധുരമുള്ള ചക്ക ഏതിച്ചളങ്ങട്ട് അറിയാ. ടിഷുമ്മേക്കണ എനിക്ക് ഓരോന്ന് ശരിയാക്കി തരും. ഞാൻ മുറ്റം എരപ്പാവണ്ടല്ലോ എഴുതിയിട്ടാണ് ബക്കറ്റേക്കും
അതിങ്ങനെ കൊണ്ടുപോയി ആ റിങ്ങിൽ കൊണ്ടുപോയി ഇട്ടാ മതിയല്ലോ. ഇവളെന്താ കാട്ടണേ, ഇത് മുഴുവനൊക്കെ അവള് വലിച്ചിട്ടതാ. ഇതിപ്പോ പിടിച്ച് നിങ്ങാണ്ട് എടുത്തിടുക നിലത്തേക്ക് അയക്കായിട്ട് നൊലൊഴിച്ച ഒരുത്തം കണ്ടില്ല നിങ്ങള് അപ്പുറത്ത് കൂലിപ്പണി എടുക്കണോ? മേശരിയാണേ. എന്താ പറയണത് ആ യൂണിഫോമിലാണ് അവൻ ആ കുത്തിരി നിൽക്കണ നിലത്ത്. വല്ലാത്തൊരു സാധനം തന്നെ. അതേടാ അവിടുന്ന് ഇവിടുന്ന് പിന്നാലെ പെരക്കാൻ നിൽക്കണം. വെജ് അഞ്ചൊച്ചയൊക്കെ പോയിക്കണം. വിഷ്മാന്റെ ചുണ്ടുമ്പോ എന്താ എറുമ്പ് അടിച്ചിക്കണല്ലോ. എറുമ്പ് അവിടെ ഒരു ഉറുമ്പുണ്ട്. എന്റെ കുഞ്ഞോളാണല്ലേ നൊണിച്ചിന്റെ കുഞ്ഞോളോ? നൊണിച്ചിന്റെ കുഞ്ഞോളോ ആരാണ് നൊണിച്ചതൊക്കെ ഞാൻ പറഞ്ഞോണ്ടല്ലോ. ഇന്ന ആളാണ് ചൂണ്ടിക്കാട്ടേണ്ട അവസ്ഥയല്ല. അതാരാണെന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാം ആരാണ്. അപ്പൊ ഗായ്സ് ഉമ്മ നോക്കുകയാണെങ്കിൽ തോട്ടത്തിൽ കൂടി വയസ്സാം കാലത്ത് എന്താ നിങ്ങൾക്ക് പണി? എന്ത് പണി? ഞാൻ അവിടെ അതിന് വെള്ളം വാടിയിട്ട് വെള്ളം നനച്ചെടുക്കും. അത് ഇടക്ക് ചെയ്യോണ്ടി. ബാക്കിലൊക്കെ ഏതായാലും ഞാൻ നനക്കുന്നുണ്ട്. ബാക്കിയില്ല നനക്കണ്ട, അതവിടെ ഓസിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ആ ഓസിന് അവിടെ കൂടി ആ ക്ലിപ്പ് ഇടാറാണ്. ഓസായി കൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. ആ ക്ലിപ്പ് ഉണ്ടാടാ. പക്ഷെ എങ്ങനെ അമ്പായക്കും വെള്ളം ചെല്ലുന്നില്ല. അമ്പായെങ്കി നനക്കണം. അവിടെ ക്ലിപ്പ് ഇട്ടിട്ടില്ല. തളരാത്തതോ? ആയാലും ഉണങ്ങിയില്ലേ? അത് നനച്ചില്ല. എന്നിട്ട് അപ്പഴാ ഞാൻ നോക്കണതേ. അതിനിതില്ല, ഓസില്ല. ഓസുണ്ട്. ആ ക്ലിപ്പ് ഇട്ടിട്ടില്ല. മുമ്പാറൊക്കെ അതിനെ ഇട്ടിന്. എങ്ങനെ ഇടല്ലേ അതിനെ അറിയാത്ത. അല്ല ആ കാര കൊമ്പൊക്കെ പൊട്ടിച്ചിട്ടിക്കണ്. ഏത്? അതിന്റെ കൊമ്പൊക്കെ അയാൻ പൊട്ടിച്ചിട്ട് എന്തിന്? അവ ഉണങ്ങിയിട്ട് ഉണ്ടാവും. പൊട്ടിക്കാരല്ലേ? തെഗ് പൊട്ടിയതിനിപ്പോ അത് ഉണങ്ങി. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു ബക്കറ്റ് കൂടി വെള്ളം കൊണ്ടുവന്നാണ്ടേ ആ ക്ലിപ്പ് ഉണ്ടാടാ. പക്ഷെ അത് മുബാറക്കിന് അറിയുള്ളൂ എങ്ങനെ ഇട്ടെടുക്കല്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇട്ടാ മതി. എന്തോ ഒരു സാധനം കൊണ്ട് ഓട്ടത്തി ആണ്ടാണ്ട് ഇടലാണ് കൊണ്ട്. ഞാൻ പിന്നെ ഇനി ഓട്ടത്തി ബാക്കിലേക്ക് വെള്ളം വരാതെ ആവും കരുതിയിട്ട് നമുക്ക് വല്ലാതെ നയിച്ചാൽ ഉണ്ട്. അവിടെ ആ ഹുക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് വെച്ചല്ലോ മുബാറക്ക്. എന്താണ് എന്താ വന്ന് സ്കൂളിൽ വന്നിട്ട് വിളിച്ചായി. ഓരോ സ്കൂളിൽ കുട്ടികൾ കളിയാക്കിയ പോലെ ഇന്നും കളിയാക്കിയ നാളും കളിയാക്കി അറിഞ്ഞോന്. എന്തിനാ കളിയാക്കണേ? ഓനെ ക്ലാസ് മാറ്റണം അല്ലെങ്കിൽ സ്കൂൾ മാറ്റണം. എന്തിനാവാ? ഓനെ സാധ്യ സ്കൂൾക്ക് ആക്കണം പോലെ സിധുവിന്റെ ഒപ്പം പോയിക്കോളും. അതിപ്പോ പറ്റു ചെയ്യുവാനെ. ഒരു ബക്കറ്റ് വെള്ളം പറഞ്ഞു. ഒരു ബക്കറ്റ് കൂടി പറഞ്ഞോളി. ഒരു ബക്കറ്റ് വെള്ളം പറഞ്ഞു. ഒരു ബക്കറ്റ് കൂടി വരാന് വെള്ളം പറഞ്ഞിട്ട് ഈ കാണാൻ വെയിലേക്ക് എന്നെ വെയില അറിയിട്ട് വന്ന് നനച്ചാ മതിയല്ലോ. അമ്പയങ്ങായി ഉണ്ടായ പൗത്തുക്കണോ അതിനാണ് ഞാൻ അവിടെ കുഴിച്ചിരിക്കണത്. അത് ഉണ്ടാവൂല, ഇത് ഉണ്ടാവുള്ളൂ. അത് കാനലില്ലോടുത്താ. കാനലില്ലോടത്ത് കുഴിച്ചിട്ട് അത് ഉണ്ടാവില്ല. വെള്ളം നിറച്ചാ ഞാൻ കൊണ്ടുപോയിക്കോണ്ട് ഈ മുട്ടും കാലിന്. ഈ വിടുക്കടങ്ങളൊക്കെ ഇപ്പൊ ആയില്ലേ? കൈക്കോട്ട് പെടല്ലേ? കൈക്കോട്ട് അവിടെ കൊണ്ടുപോയിട്ടില്ല. ആ പച്ച കൈക്കോട്ടല്ലേ ചെറുത്?
ഏതായിക്കോട്ടാണ് അറിയണേ? അവിടുത്തെ കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഇന്നാളെ ഞാൻ ആ പുല്ലെത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കാറില്ലേ? ഓ കുട്ടിക്ക് പാലെടുക്ക. ഞാൻ ഉണ്ടാവുമ്പോ ഞാൻ എടുക്കും. അപ്പൊ ഗായസ് അങ്ങനെ നമ്മളെ ഇതിപ്പോ അവസാന പതി നമ്മളെ നെഞ്ഞത്തേക്ക് തന്നെ ആയി നനക്കല്. ഇതിപ്പോ ഉമ്മാനെ നനക്കാൻ ഏൽപ്പിച്ചതിപ്പോ ഞാൻ നനക്കേണ്ട അവസ്ഥ. അപ്പൊ കാണി ഒരു ബക്കറ്റ് വെള്ളം ഇത് ഞാൻ എൻ്റെ അമ്പായങ്ങൾക്കട്ടമ്മ പറഞ്ഞു കൊടുക്കണേ. നിങ്ങളെ ഞാവൽപ്പായത്തിനില്ലതേ, ഞാവൽപ്പായത്തിൽ എന്താ അറിയോ റിസ്ക് എടുക്കണേനില്ല. ഞാവൽപ്പായത്തുമ്പോ റിസ്ക് എടുക്കണേനില്ല മുതലുണ്ടാവും എനിക്ക് തോന്നണില്ല. അത് ഈ 2 എണ്ണത്തിന് വെച്ചിട്ടില്ല. പൈപ്പ് ഇതിൽ കൂടെ പോകണ്ടേ, ഇനി മുബാറക്കിനോട് ആ സാധനം വെപ്പിക്കണം. അതെങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം വെക്കുന്നുണ്ടല്ലോ അതിന്? മറ്റേ ചിലപ്പോ ഓട്ട ചിലപ്പോ ആട്ടെ എന്താകുന്നില്ലത് പറയാൻ പറ്റില്ല. അത് ഉണങ്ങാണ്. അത് ഇല പഴുക്കല്ലേ? വെയിലാണ് ഇവിടെ. ഞാൻ പറയാം വെയിലിന്റെ ശക്തി എത്ര. ആ ബക്കറ്റ് നിറച്ചുള്ളി പോയിട്ട് ആരെ കൊണ്ടുവരുക കൊണ്ടുവരാ എന്താണ് എന്ത് അത് കാണിച്ചത്? എന്താ പറഞ്ഞു നിങ്ങളെ? എന്താ പറഞ്ഞു നിങ്ങളെ തന്താണോ? ആണോ അത് പറഞ്ഞേ? നല്ല ചോട്ടാൻ കുട്ടിക്ക് കടിച്ച നിങ്ങളെ തന്താ പറഞ്ഞേ. പിന്നെ ആര് പറഞ്ഞേ? ആ ഓ എന്നോട് നിങ്ങളെ തന്താന്ന് പറഞ്ഞത്. അപ്പൊ ആരാ? ആ അത് പറയാൻ പാടുണ്ടോ? ഞാൻ നിങ്ങളോട് നിങ്ങളെ തന്ത അറിയണ എന്താണ്? ഇഞ്ഞ തന്നെ പറയണേ. ആ യൂണിഫോം തരാ ഇബ്രാഹിമേ. ആ റോട്ടിക്ക് പോകാൻ നിൽക്കണ്ട കേട്ടോ ഇബ്രാഹിം. ഞാൻ സൈക്കിളിന് മുന്നിൽ ഇളിച്ചാട്ടി പാഞ്ഞാണ്ട് മൂന്തി കുത്തി മുങ്ങോട്ട് പോകാന്ന് വെച്ച് കേട്ടോ. പായണ്ട പായണ്ട ബുഗു പറഞ്ഞതിനായിട്ടാണ് കേൾക്കുന്നത്. ആരതാ പറഞ്ഞ കേൾക്കാത്ത? ആ അല്ലെങ്കിൽ ഈ വളം അത് മാറ്റാൻ പറഞ്ഞ അത് തീർക്കാൻ പറഞ്ഞ ഇപ്പാനോട്. അതന്നെ അത് ഇടണ്ടിയിലൊക്കെ ഇട്ടണേ, അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊട്ടിയാണ്ട് ഇനി ഇവിടെ വെക്കല് നടക്കൂല. അത് എനിക്കാണ് ആവശ്യമില്ലാച്ചാലേ അതിനൊക്കെ ഇടാൻ പറഞ്ഞാണ്. ചെടി കുഴിച്ചിടുന്നതും ഇതാക്കണമല്ല, ഈ നനച്ചുകൊടുക്കലാണ് മെയിൻ ടാസ്ക്. അമ്പങ്ങോട്ട് കായ്ക്കട്ടെ. ഇതിലിട്ട് കൊടുക്കില്ലാണ്ട് പച്ചല ഞാവൽപ്പഴം മറ്റേ ആ ബെഡ് തൈ ആവൂലേ, അത് വെറുതെ ഇട്ടിയല്ലേ. ഞാവൽപ്പഴം എനിക്ക് വേറെ പൊട്ടി മുളിച്ചത് ഈ കാലം. ആ മറ്റൊക്കെ കായ എടുത്ത് വാങ്ങിയത് അതാണ് നോക്കണ്ടേ. ഒന്നുമില്ല, ഞാൻ ആ സൈക്കിളൊന്നും കൊണ്ടായിപ്പോ ഇതിന്റെ അടി കൂടെ അങ്ങനെ ആരെങ്കിലും മേത്ത് തട്ടണ്ട സൈക്കിള്. ഞാൻ ബാക്കി പറഞ്ഞുതരാം എന്തിപ്പാന്ന്. ആയിക്കോട്ടെ ഗൈസ്, ഇതൊക്കെ നനക്കട്ടെ.
എന്നാ ശരി ഓക്കെ.